ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് ഇവിടുത്തെ നമ്മളുടെ ഡിസ്കഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ. അതായത് നമ്മളുടെ ഇന്ത്യൻ സേന അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് നമ്മുടെ എയർഫോഴ്സിനെ കുറിച്ച് നമ്മൾ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ എയർഫോഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സിൽ നമ്മളെപ്പോഴും നമ്മുടെ കമ്പാരിസൺ പാകിസ്ഥാൻ അതുപോലെ തന്നെ ചൈന, പാകിസ്ഥാൻ നമുക്കൊരു വിഷയമല്ല എന്ന് നമ്മൾ പറയുമ്പോഴും ചൈന നമുക്കൊരു വിഷയമാണ് എല്ലാ രീതിയിലും. കാരണം സൈസ് കൊണ്ടായാലും ശരി, മറ്റവരുടെ മാസീവായിട്ടുള്ള പവർ ഇല്ലേ ഒക്കെ തന്നെ കാര്യത്തിൽ അവർ നമ്മളെക്കാളിലും പല സ്റ്റെപ്സ് അല്ലെങ്കിൽ പല മടങ്ങ് മുമ്പിലാണ്. എന്നും പറഞ്ഞ് ഇന്ത്യ അത്ര മോശമായിട്ടുള്ള സേന വിഭാഗമോ അല്ലെങ്കിൽ ഇന്ത്യയിൽ പവറല്ല എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ ചില മെട്രിക്സ് അല്ലെങ്കിൽ ചില ക്രൈറ്റീരിയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റെലവൻ്റ് ആയിട്ടുള്ള ചില ഡേറ്റ ലഭ്യമാണ്. ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രാജ്യങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ നമ്മൾ സാമ്പത്തികമായിട്ട് പറയുമ്പോൾ ഇന്ത്യയുടെ GDP ഇത്ര, ചൈനയുടെ GDP ഇത്ര ഇല്ല, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ നമ്മൾ ക്രിസ് ക്രോസ് പഠനങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഈ ഓരോ രാജ്യത്തിൻ്റെയും സ്ട്രെങ്തും വീക്ക്നെസ്സൊക്കെ നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ മിലിറ്ററിയുടെ കാര്യം പറയുമ്പോഴും നമ്മുടെ എയർഫോഴ്സിന് ഇത്ര ഫ്ലീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര എയർക്രാഫ്റ്റ് ഉണ്ട്, ചൈനയ്ക്ക് ഇത്ര എയർക്രാഫ്റ്റ് ഉണ്ട്, എയർക്രാഫ്റ്റിൽ തന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇത്ര, മറ്റുള്ള എന്താണ് പറയുന്നത് അവരുടെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് എത്രയാണ്, ഹെലികോപ്റ്റേഴ്സ് എത്രയാണ് ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ. ഇപ്പോൾ പിന്നെ ഏറ്റവും നമ്മൾ പറയുന്നത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം അതല്ല, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിലുള്ള അന്തരം എന്നുവെച്ചാൽ ഇന്ത്യക്ക് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് 0യും ചൈനയുടെ പക്കൽ 100 കണക്കിന് അല്ലെങ്കിൽ വളരെ താമസിയാതെ അവർ 1000ഓളം സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അവരുടെ സേനയിലേക്ക് അവർക്ക് ഇൻഡക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചൈനയുടെ നമുക്കറിയാം മാനുഫാക്ചറിങ് കപ്പാസിറ്റിയും അവരുടെ മാനുഫാക്ചറിങ് പിന്നെ ആ ഒരു എഫിഷ്യൻസിയൊക്കെ തന്നെ ഏത് സ്കെയിലിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇതുപോലൊരു വെപ്പൺ സിസ്റ്റമൊക്കെ തന്നെ മാസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള ഒരു പിന്നെ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ കപ്പാസിറ്റിയിലേക്ക് ചൈന എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അമേരിക്കയെ പോലും ഇപ്പോൾ വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് 100 കണക്കിന് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ ഇന്ത്യയുടെ പക്കൽ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പിന്നെ ആശങ്ക ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു എന്താ പറയുന്നത് ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വളരെ റീസെൻ്റായിട്ട് തന്നെ ഇത് ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻ അല്ല, പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഒരു അമേരിക്കൻ ഡിഫൻസ് ജേർണലിൽ ദ വാർ സോൺ എന്ന് പറയുന്ന ഡിഫൻസ് ജേർണലിൽ അവിടുത്തെ ഒരു ചൈനയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ആൻഡ്രിയാസ് റുപ്പർട്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ പറഞ്ഞ റിപ്പോർട്ട് ഈ സ്റ്റാർട്ട്ലിംഗ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വളരെ അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ പിന്നെ കേപ്പബിലിറ്റി ഗ്യാപ്പ് എന്നുവെച്ചാൽ ചൈനയുടെയും ഇന്ത്യയുടെയും സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഗ്യാപ്പിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിടുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ചൈന പൂർണ്ണമായിട്ടും ഒരു ഓൾ ഔട്ട് ഓപ്പറേഷണൽ എമർജൻസി എന്ന് പറഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഫങ്ഷണലായിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് 100 ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇന്ത്യക്ക് ഒന്നുപോലും ഇല്ല എന്നുള്ളതാണ് അത് ഈ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ചൈനയ്ക്ക് ഓൾറെഡി തന്നെ 500ഓളം ഓപ്പറേഷണൽ J-20 ആണ് അവരുടെ, പിന്നെ J-35 ഉണ്ട്. അവരുടെ J-20 അതിനെ മൈറ്റി ഡ്രാഗൺ സ്റ്റെൽത്ത് ഫൈറ്റ് എന്നാണ് പറയുന്നത്, മൈറ്റി ഡ്രാഗൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജെറ്റാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് സത്യമാണെങ്കിൽ സത്യമാകാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം അവർ ഓൾറെഡി ചൈനയ്ക്ക് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അല്ല അവരോ സ്വയം നിർമ്മിക്കാനുള്ള ഒരു പിന്നെ എന്താ പറയുന്നത് കഴിവ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റിയും അല്ലെങ്കിൽ അവർക്കത് സ്കെയിലപ്പ് ചെയ്യാനൊക്കെയുള്ള അവരുടെ ഏത് മേഖലകളിലും അവരുടെയുള്ള പ്രാവീണ്യമൊക്കെ തന്നെ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇത് മാസീവായിട്ടുള്ള പ്രൊഡക്ഷൻ തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കോമ്പാറ്റ് എയർക്രാഫ്റ്റാണ്. കാരണം ഈ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. കാരണം അതിൽ വളരെ അധികം ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിന്നെ സൊഫിസ്റ്റിക്കേറ്റുള്ള ടെക്നോളജി ആണ് സ്റ്റെൽത്തിനകത്തുള്ളത്. അപ്പോൾ സ്റ്റെൽത്ത് 5th ജനറേഷനാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും ഉള്ളത്. എല്ലാ രാജ്യങ്ങളിലല്ല ഉള്ളതൊക്കെ 5th ജനറേഷൻ
ഇപ്പോൾ അമേരിക്കയുടെ F-35 അതുപോലുള്ളതും, ഇപ്പോൾ ചൈനയുടെ നിർമ്മിതമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ. റഷ്യയ്ക്ക് പോലും 5th ജനറേഷൻ ഇല്ല. അവരുടെ സുക്കോയ് 57 നമുക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് അവർ സെയിൽ പിച്ച് നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ സ്റ്റെൽത്ത് അല്ല. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ സ്റ്റെൽത്ത് ക്വാളിറ്റി ഒന്നും അതിനത്രയ്ക്കില്ല. വേണമെങ്കിൽ നമുക്ക് സ്റ്റെൽത്താണെന്ന് പറഞ്ഞ് ഉപയോഗിക്കാതെ മാത്രമല്ല, പക്ഷേ സ്റ്റെൽത്ത് അല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് ഈ പറഞ്ഞ ചൈനയ്ക്ക് ഇത്രയും മാസീവായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ തന്നെ അമേരിക്കയെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പരപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർക്കും ആശങ്ക നൽകുന്നൊരു കാര്യമാണ്. അത് അമേരിക്കയെ പോലും അവർക്ക് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറികടക്കാൻ കഴിയുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് ചൈന. നമുക്കറിയാം മാനുഫാക്ചറിങ്ങിലൊക്കെ അവരെല്ലാ മേഖലകളിലും എത്രത്തോളം എന്താണ് പറയുന്നത് ആ ഒരു കരുത്ത് അവർ നേടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ മിലിറ്ററി മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ അവർക്ക് ഈ പറഞ്ഞൊരു എന്താണ് പറയുന്നത് കപ്പാസിറ്റി അവർക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു അലാമ്പലാണ്. നമ്മുടെ കയ്യിലൊന്നുമില്ല. പാകിസ്ഥാൻ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പല കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് നമ്മൾ പല റിപ്പോർട്ടുകളിൽ അറിയുന്നുണ്ട്, ഒരുപക്ഷെ പാകിസ്ഥാനും ഈ ചൈന ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ റീസെൻ്റായിട്ട് മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞു ചിലപ്പോൾ ചൈന പാകിസ്ഥാന് കൊടുക്കാനുള്ള സാധ്യതയില്ലെന്നും പറയുന്നുണ്ട്. അത് നമുക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന് ഇപ്പോൾ 1-2 സ്ക്വാഡ്രൺ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ചൈനയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഇന്ത്യയുടെ ഏറ്റവും അയൽപക്കത്തുള്ള 2 എനിമി രാജ്യങ്ങളും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉപയോഗിക്കുകയും അവരുടെ എയർഫോഴ്സ് മോഡേണൈസ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയൊരു സെറ്റ് ബാക്ക് തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം തന്നെ ആയിരിക്കും. പാകിസ്ഥാൻ്റെ വേണമെന്നില്ല, കാരണം ചൈനയിൽ ഉണ്ട്, ചൈനയ്ക്ക് സ്റ്റെൽത്ത് ഉണ്ട്, ചൈന മാസീവായിട്ടത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവർ വളരെ 2030 ആകുമ്പോഴത്തേക്ക് അവരുടെ ആ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിൻ്റെ എന്താണ് പറയുന്നത് നമ്പേഴ്സ് 1000-ഓളം വരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മേഖലയിലൊന്നും തന്നെ, കാരണം നമുക്കറിയാം ഇന്ത്യയുടെ നമ്മുടെ തേജസ് പോലുള്ള പ്രോജക്റ്റുകളൊക്കെ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്കതിനകത്തിൽ പൂർണ്ണമായിട്ട് എന്ന് പറയത്ത, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു സക്സസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇതിനെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ചൈന നമുക്കൊരു ത്രെട്ടാണ് എല്ലാ രീതിയിലും. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള കോർഡിനേഷൻ അല്ലെങ്കിൽ കോപ്പറേഷനും നമുക്ക് ഒരു ഫർദർ എന്താണ് പറയുന്നത്, ഇപ്പം ഭാവിയിൽ നമുക്കൊരു ഓപ്പറേഷൻ സിന്ധു സമയത്തൊക്കെ തന്നെ പാകിസ്ഥാന് ചൈനയിൽ നിന്നുമൊക്കെ തന്നെ കിട്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ട്, മിലിറ്ററി സപ്പോർട്ട്, ആയുധങ്ങൾ കൊടുക്കുന്നത് മാത്രമല്ല ഇൻ്റലിജൻസ് ഷെയർ ചെയ്യുന്നതിലും ലൈവായിട്ടുള്ള സാറ്റലൈറ്റ് ഇൻ്റലിജൻസ് കൊടുക്കുന്നതിലൊക്കെ തന്നെ ചൈന പൂർണ്ണമായിട്ടും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു ഷോർട്ട് ടൈം വാർ ആയിരുന്നിട്ട് തന്നെ. അപ്പം ഭാവിയിൽ ഇനിയിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതെങ്കിലും ലോങ് ഡ്രോൺ ഔട്ട് വാർ എന്നുവെച്ചാൽ ദീർഘകാലം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പോലല്ല, അല്പം കൂടെ കുറേ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നൊരു യുദ്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് എത്രത്തോളം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതും നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അപ്പോൾ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് തൽക്കാലം ചൈന പാകിസ്ഥാന് കൊടുത്തിട്ടില്ല. പക്ഷേ പാകിസ്ഥാന് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ചൈനയുടെ സമ്മതിച്ചാൽ, അല്ലെങ്കിൽ ചൈനയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. ഇപ്പോൾ പാകിസ്ഥാന് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ലഭിക്കത്തില്ല. അതിപ്പോൾ ഏത് രാജ്യം, ഇപ്പം നമ്മൾ F-35 നമ്മൾ അമേരിക്കയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ താല്പര്യമുണ്ട്, നമ്മുടെ പൈസയുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അമേരിക്ക നമുക്ക് F-35 പെട്ടെന്ന് തരണം നിർബന്ധങ്ങളൊന്നുമില്ല. കാരണം ആ രാജ്യവും അവരുടെ സ്ട്രാറ്റജിക്കായിട്ടുള്ള പല ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള പല ആംഗിളിൽ കൂടെയൊക്കെ അവരതിനെ പഠിച്ചിട്ട് അനലൈസ് ചെയ്തിട്ടൊക്കെ മാത്രമേ ഒരു വെപ്പൺ സിസ്റ്റം മറ്റൊരു രാജ്യത്തിന്, അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണെങ്കിൽ പോലും കൊടുക്കത്തുള്ളൂ തീർച്ചയായിട്ടും കൊടുക്കണം. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഈ സ്റ്റെൽത്ത് പാകിസ്ഥാന് കൊടുക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് അത്രയ്ക്ക് വിശ്വസിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം പാകിസ്ഥാനും അമേരിക്കയുമായിട്ടും വളരെ അടുത്ത ബന്ധം ഉള്ളൊരു എന്താണ് പറയുന്നത് അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ചൈനയ്ക്ക് തീർച്ചയായിട്ടും, കാരണം അമേരിക്കൻ വെപ്പൺ സിസ്റ്റംസ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ചൈനയുടെ ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ജെറ്റൊക്കെ പാകിസ്ഥാന് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ടെക്നോളജിയും ടെക്നോളജിക്കൽ ഫീച്ചേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നേച്ചേഴ്സും ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് ചോർത്താൻ പറ്റുന്ന തരത്തിൽ ഒരു
രാജ്യമാണ് പാകിസ്ഥാൻ. കാരണം അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്ക പൈസ കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കയോടൊപ്പം നിൽക്കും, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വിടുപണി ചെയ്യും, ചൈന പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചൈനയ്ക്ക് വിടുപണി ചെയ്യും എന്നുള്ളൊരു തലത്തിലാണല്ലോ പാകിസ്ഥാൻ നിലനിൽക്കുന്നതാണല്ലോ. അപ്പോൾ പാകിസ്ഥാൻ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത്, പ്രത്യേകിച്ച് ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന വെപ്പൺ സിസ്റ്റം കൊടുക്കുമ്പോൾ പാകിസ്ഥാൻ ഈ രണ്ട് രാജ്യങ്ങളുടെയും ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായിട്ട് നിലനിൽക്കുമ്പോൾ, ഇപ്പോൾ ടർക്കിയുടെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ അമേരിക്ക ഒരു കടുത്ത നിലപാടെടുത്തത്. കാരണം ടർക്കി F-35 പ്രോഗ്രാമിൽ ടർക്കിയെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അതിനുശേഷം റഷ്യയുമായിട്ട് ചങ്ങാത്തൽ കേട്ട S-400 റഷ്യയിൽ നിന്ന് മേടിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അമേരിക്ക പെട്ടെന്ന് തന്നെ ടർക്കിയെ F-35 പ്രോഗ്രാമിൽ നിന്ന് കിക്ക് ഔട്ട് ചെയ്യുകയും ചെയ്തത്. എന്നിട്ട് അവർക്ക് F-35 കൊടുക്കാനുള്ള പ്ലാനൊന്നുമില്ല. ഇപ്പോൾ വീണ്ടും അമേരിക്കയും ടർക്കിയും തമ്മിൽ ഏകദേശം ചർച്ചകളൊക്കെ ആരംഭിച്ച് അതിൻ്റെ ഫലമായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഏകദേശം ഒരു സമവായത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ടർക്കി അത് സമ്മതിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഈ പറഞ്ഞ S-400 ഒന്നുകിൽ, കാരണം അവർ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, അപ്പം ഒന്നുകിൽ ഇതിനെ നിർവീര്യമാക്കുക, പിന്നെ അതിനകത്തിലെ പ്രധാനപ്പെട്ട കമ്പോണൻസും ഒക്കെ അതുപോലുള്ള ടെക്നോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സിസ്റ്റത്തിലെ കമ്പോണൻസൊക്കെ എടുത്ത് മാറ്റി അമേരിക്കയ്ക്കൂടെ സ്വീകാര്യമായിട്ടുള്ള അത് അമേരിക്കയുടെ പക്കലായിരിക്കും അത് സൂക്ഷിക്കാൻ കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ നിസ്സാരമായിട്ട് പറയുന്നില്ല. അല്ലെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കുക റഷ്യക്ക്. ഇപ്പം റഷ്യയും ടർക്കിയും തമ്മിലുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇത് മൂന്നാമതൊരു രാജ്യത്തിന് കൊടുക്കാനുള്ള ധാരണ, അല്ലെങ്കിൽ റഷ്യക്ക് അത് താല്പര്യം, റഷ്യക്കകത്തിൽ കുഴപ്പമൊന്നുമില്ല. ടർക്കി നമ്മൾ കേൾക്കുന്നത് ഒന്നുകിൽ UAE അല്ലെങ്കിൽ ഖത്തറോ ഈ പറഞ്ഞ വെപ്പൺ സിസ്റ്റം, ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം S-400 മേടിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമ്മൾ കേട്ടത്. അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് UAE ആയിരിക്കുമെന്നുള്ളതാണ് നമുക്ക് ലേറ്റസ്റ്റാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനോ അല്ലെങ്കിൽ ഫൈനലൈസേഷനോ ആയിട്ടില്ല. ഒരു പക്ഷേ ബിഹൈൻഡ് ദ സീനിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്നാൽ മാത്രമേ അമേരിക്ക ടർക്കിയെ വീണ്ടും ഈ F-35 പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ടർക്കിയെ അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. കാരണം റഷ്യയുടെ ഈ വെപ്പൺ സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം ലോകത്തിലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അപ്പം ടർക്കിക്ക് F-35 അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ റഷ്യക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീച്ചേഴ്സും ടെക്നോളജിക്കൽ പാരാമീറ്റേഴ്സും ഒക്കെ തന്നെ അവർക്ക് എന്താണ് പറയുന്നത്, തീർച്ചയായിട്ടും അവർക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കും അവരുടെ ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ S-400 മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അമേരിക്കയിൽ നിന്നും അത്രയ്ക്ക് പറയത്തക്ക വലിയ, ഇന്ത്യ അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്യുന്ന വെപ്പൺ സിസ്റ്റം ഒക്കെ തന്നെ മേടിക്കുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ അഡ്വാൻസ്ഡ് ഫൈറ്റർ എയർക്രാഫ്റ്റ് പോലുള്ള തലത്തിലേക്കൊന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ്, മിലിറ്ററി റിലേഷൻഷിപ്പ് ആയിട്ടില്ല. പക്ഷേ എന്നാലും ഇന്ത്യ ചില ഇളവുകളൊക്കെ അന്ന് നേടിയെടുത്തുകൊണ്ടാണ് ഇന്ത്യക്ക് അമേരിക്ക അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് വാങ്ങിക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള വിഷയം ഞാൻ തന്നെ പറയുന്നത്, ഇപ്പോൾ പാകിസ്ഥാൻ അമേരിക്കയുടെ ഇതുപോലുള്ള പിന്നെ F സീരീസിലുള്ള ഇപ്പം F-16 അല്ലെങ്കിൽ F-16 അവർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് അറിയാം അവർക്ക് ഏതെല്ലാം രീതിയിലുള്ള പണികൾ അല്ലേ, ഏതെല്ലാം രീതിയിലാണ് അവർ മറ്റു രാജ്യങ്ങൾക്ക് പണി കൊടുക്കുന്നതെന്നുള്ള ടെക്നോളജി അവരുടെ കയ്യിലുള്ളതുകൊണ്ട് ഈ പറഞ്ഞ വെപ്പൺ സിസ്റ്റമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചൈനയുടെ ഈ പറഞ്ഞ അഡ്വാൻസ് സ്റ്റെൽത്തിൻ്റെ ഫീച്ചറും അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെക്നോളജിക്കൽ പാരാമീറ്റേഴ്സും ഒക്കെ അവർക്ക് ലീക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കാം. പരസ്പരം എല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ എന്താ പറയുന്നത്, ഈ സ്പൈ വർക്ക് നമ്മൾ നടത്തില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്പൈ വർക്കുകൾ ഈ മേഖലകളിലെല്ലാം വളരെ പിന്നെ എന്താ പറയുന്നത് സജീവമാണ്. അപ്പോൾ ഒരു രാജ്യത്തിന് മറ്റു രാജ്യത്തിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. പിന്നെ ഇന്ത്യയൊക്കെ അതൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് പല രാജ്യങ്ങൾക്ക്. ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചാലും ഫ്രാൻസിനെ സംബന്ധിച്ചാലും ഈവൻ അമേരിക്കയെ സംബന്ധിച്ചാലും ഇന്ത്യയൊക്കെ ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാകാറില്ല പ്രത്യേകിച്ചൊന്നും. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ചൈനയും പാകിസ്ഥാനും തമ്മിൽ ചൈനയുടെ ഏറ്റവും അടുത്ത ഒരു സൗഹൃദ ബ്രദർലി ഇല്ലേ, അവർ തമ്മിൽ ഭയങ്കര ഓൾ വെതർ ഫ്രണ്ട്സ്, എന്തു തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഞങ്ങളുടെ ബന്ധം തകരത്തില്ല എന്നും പരസ്പരം പറയുമ്പോൾ തന്നെയും തീർച്ചയായിട്ടും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളാണ്, രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളാണ്. ചൈന തീർച്ചയായിട്ടും അവരുടെ താല്പര്യങ്ങളെ കൂടെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ പാകിസ്ഥാന് ഏത് സഹായവും അല്ലെങ്കിൽ സപ്പോർട്ടും കൊടുക്കത്തുള്ളൂ. സഹായമല്ല, സപ്പോർട്ട്. പൈസയ്ക്കാണ് എല്ലാം തന്നെ. സഹായം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ അവർ സ്റ്റെൽത്ത് കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാനായിട്ടില്ല.
പക്ഷേ ചൈനയുടെ പക്കലുണ്ട്, ഇത്രയും മാസീവായിട്ടുള്ള നമ്പേഴ്സിൽ ചൈനയുടെ പക്കൽ ഉള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് വലിയൊരു ത്രെട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അടുത്ത സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചത് ചൈനയുടെ ചില ഈ J-20 യൂണിറ്റ്സ് ടിബറ്റിലൊക്കെ ഡിപ്ലോയ് ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് ഇന്ത്യയുടെ ബോർഡറായിട്ട് ഒത്തിരി ദൂരമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് ഈ സ്റ്റെൽത്തിൻ്റെ സ്റ്റെൽത്തിൻ്റെ ഈ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ മറ്റ് പ്ലെയിനുകളെ പോലെ റഡാറിൽ പ്രത്യക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ റഡാറിന് ഇതിനെ ക്യാച്ച് ചെയ്യാൻ സാധിക്കത്തില്ലെന്നാണ് പറയുന്നത്. അവിടെയാണ് സ്റ്റെൽത്ത് എന്ന് തന്നെ പറയുന്നത്. സ്റ്റെൽത്ത് നമ്മൾ ഒളിഞ്ഞ് ഇല്ലേ, അത് പമ്മിപ്പോകുക ഒളിഞ്ഞു പോകുന്നൊക്കെ സ്റ്റെൽത്ത് റഡാറിനകത്തിൽ പെടത്തില്ലത്. അതുപോലെ തന്നെ ഈ നമ്മുടെ എയർ സ്പേസ്, രാജ്യത്തിൻ്റെ എയർ സ്പേസ് എത്ര പിന്നെ ഇപ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ടൊക്കെ തന്നെ പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും ഇതിന് പെനിട്രേറ്റ് ചെയ്യാൻ സാധിക്കും ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്സിന്. എന്നിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ട് ഫസ്റ്റ് സ്ട്രൈക്ക് വളരെ ഫാസ്റ്റായിട്ട് നടത്തിയിട്ട് അവർക്ക് തിരിച്ച് സുന്ദരമായിട്ട് പോകാനും സാധിക്കും ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും ബേസിക്കലായിട്ട് റഡാറിനകത്തിൽ ഇത് പെടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇനിയുള്ള യുദ്ധം പ്രത്യേകിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും സ്റ്റെൽത്തായിട്ടില്ല. ഈവൻ ഫ്രാൻസിൻ്റെ റഫേൽ പോലും 4.5 ജനറേഷനാണ്, മനസ്സിലായല്ലോ. അപ്പം ഈ പറഞ്ഞ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും എല്ലാം കൂടെ ചേർന്ന് സ്പെയിനും ഒക്കെ കൂടെ ചേർന്നിട്ട് രണ്ട് വിഭാഗമായിട്ട് ചേർന്നിട്ട് 6th ജനറേഷൻ എയർക്രാഫ്റ്റിന് വേണ്ടിയുള്ള ഒരു പരിപാടികളൊക്കെ ആരംഭിക്കാം. അപ്പോൾ അതിനകത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഇന്ത്യ ചേരാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്നല്ല, അവർ പെട്ടെന്ന് തന്നെ എയർ സ്പേസിൽ വന്നിട്ട് എനിമി ഫൈറ്റേഴ്സിനെ എല്ലാം അവർ ഹണ്ട് ചെയ്യും, വേട്ടയാടിയിട്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെയൊക്കെ നിർവീര്യമാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. കാരണം ഇത് റഡാറിനെ ഇവേഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹൈ വാല്യൂ ടാർഗറ്റ്സിനെയൊക്കെ തന്നെ ആദ്യം തന്നെ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ബാക്കിയുള്ള ഇതിൻ്റെ പിന്നിലുള്ള മറ്റ് എയർ ഫോഴ്സിന് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഫ്ലീറ്റിനൊക്കെ തന്നെ സ്റ്റെൽത്ത് അല്ലാത്ത അഡ്വാൻസ്ഡ് ഫ്ലീറ്റിനൊക്കെ തന്നെ പിന്നീടുള്ള അറ്റാക്കുകൾ നടത്താൻ ഉള്ള വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ്. അങ്ങനെയുള്ളൊരിതാണ് ഈ പറഞ്ഞ സ്റ്റെൽത്തിൻ്റെ ശരിക്കും പറഞ്ഞുള്ള ഒരു സിമ്പിളായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓപ്പറേഷൻ സിന്ധു സമയത്തൊക്കെ തന്നെ നമുക്ക് ഈ ഫ്യൂച്ചർ വാർ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള പിക്ചർ നമുക്ക് ചൈനയിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് അല്ലെങ്കിൽ തന്നെയും നമുക്ക് തീർച്ചയായിട്ടും ചൈനയിൽ ഉള്ളതുപോലെ തന്നെ ആണല്ലോ. കാരണം ചൈന പാകിസ്ഥാനെ ലൈവായിട്ട് എല്ലാവിധ സപ്പോർട്ടുകളും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്കത് തീർച്ചയായിട്ടും ഈ ഒരു ഫ്യൂച്ചർ വാർ ഈവൻ ചൈനയായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ തന്നെയും ഇതിൻ്റെ സൈസ് വളരെ കൂടുതലായിരിക്കും. കാരണം പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ നേരിടാൻ പോകുന്ന ഡ്രോണിൻ്റെയും അല്ലെങ്കിൽ മിസൈലുകളുടെ എണ്ണത്തിൻ്റെ പല മടങ്ങായിരിക്കും ചൈനയിൽ നിന്ന് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകണമെങ്കിൽ തന്നെ നമുക്ക് ഡെയിലി ആയിരക്കണക്കിന് ഡ്രോണുകൾ നമുക്ക് തീർച്ചയായിട്ടും ഫേസ് ചെയ്യേണ്ടി വരും നമുക്കത്. അപ്പോൾ അതിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാനും ഒക്കെ തന്നെ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റവും അതുപോലെ തന്നെ കൗണ്ടർ ഈ പറഞ്ഞ വെപ്പൺ സിസ്റ്റമൊക്കെ തന്നെ നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ത്യയുടെയും ചൈനയുടെയും ഈ പറഞ്ഞ സ്റ്റെൽത്ത് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. എന്നുവെച്ചാൽ ഇന്ത്യയിലൊന്നുമില്ല, ചൈനയുടെ 100 കണക്കിന് ഏകദേശം 500-ഓളം അവർ ഓൾറെഡി ഇൻഡക്റ്റ് ചെയ്തിട്ടുണ്ട്. 2030 10,000-ത്തിനടുത്ത് അല്ലെങ്കിൽ 10,000-ഓളം സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ ചൈനയുടെ എയർഫോഴ്സ് അല്ലെങ്കിൽ ചൈനയുടെ സേനയിൽ അവർക്ക് വിന്യസിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് ഈ പറഞ്ഞ AMC എന്ന് പറഞ്ഞ പ്രോജക്റ്റ് 5th ജനറേഷൻ എന്നുവെച്ചാൽ ഇന്ത്യ തന്നെ ഉണ്ടാക്കാൻ പോകുകയാണെന്ന് പറയുന്ന ഈ സ്റ്റെൽത്ത് ഫൈറ്ററിൻ്റെ പ്രോഗ്രാം ഇനിയും നമ്മൾ ഒന്നും ആയിട്ടില്ല, അത് തുടങ്ങിയിട്ട് പോലുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്കറിയാം ഇന്ത്യയിലത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിലും അതിനകത്തുള്ള ടൈം എത്രത്തോളം ഇന്ത്യക്ക് വേണ്ടി എന്നുള്ള കാര്യം നമുക്ക്, കാരണം ഇതൊന്നും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആണ് ഇത്. അപ്പോൾ ആ ടെക്നോളജി എല്ലാം വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും 1 ദശാബ്ദത്തിന് മുകളിലോളം നമുക്ക് കാത്തിരിക്കേണ്ടി വരും നമുക്ക് സ്വന്തമായിട്ടൊരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ലഭ്യമാകണമെങ്കിൽ. റഷ്യയുടെ Su-57 അത് സ്റ്റെൽത്ത് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് അത് അത്ര വലിയ പ്രയോജനകരമാകുമെന്നും തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ മറ്റ്
പെട്ടെന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ SU-57 ഉള്ളൂ. പക്ഷേ അത് സ്റ്റെൽത്ത് അല്ല, സ്റ്റെൽത്ത് ക്വാളിറ്റി ഒന്നും അതിന് അത്രയ്ക്കില്ല എന്ന ഒരു വ്യത്യാസങ്ങളാണ് അറിയിക്കുന്നത്. അപ്പോൾ ഇന്ത്യ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പല യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്നിട്ട് 2 വിഭാഗമായിട്ട് ചേർന്നിട്ട് 6th ജനറേഷൻ എയർക്രാഫ്റ്റ്സിൻ്റെ ഒരു പ്രോജക്റ്റിലേക്ക് ഇന്ത്യ ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ ഇന്ത്യയിലുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പിൻ്റെ FCAS 6th ജനറേഷൻ പ്രോഗ്രാമാണ്. പക്ഷേ അത് ഈ ഇപ്പോഴത്തേക്കല്ല, അടുത്ത വരും ദശാബ്ദങ്ങളിലേക്കുള്ള പ്രോജക്റ്റാണ്. കാരണം ഇപ്പം 5th ജനറേഷൻ റൺ ചെയ്യുന്നതുള്ളൂ. പല രാജ്യങ്ങൾക്ക് പോലും അതില്ല. ഈവൻ ഫ്രാൻസിന് പോലും ഇല്ല, പല രാജ്യങ്ങൾക്കും ഇല്ല. അമേരിക്കയുടെ F-35 കിട്ടുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അമേരിക്കയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളായിട്ടുള്ള ഇപ്പോൾ ഉദാഹരണം ഇസ്രായേലോ അല്ലെങ്കിൽ ജപ്പാനോ ബ്രിട്ടനോ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ F-35 ലഭിക്കത്തുള്ളൂ. കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ. മനസ്സിലായല്ലോ. അപ്പം മറ്റ് രാജ്യങ്ങളും തന്നെ 5th ഈ ജനറേഷൻ എയർക്രാഫ്റ്റ് ഒന്നും ഇപ്പോൾ നിലവിൽ അവർ മാനുഫാക്ചർ ചെയ്യാൻ കേപ്പബിൾ അല്ല. പക്ഷേ ഈ പറഞ്ഞ രാജ്യങ്ങൾ വ്യത്യസ്തമായിട്ട് ഇപ്പം അതിൽ ജർമ്മനിയുണ്ട്, ഫ്രാൻസുണ്ട്, ബ്രിട്ടനുണ്ട്, ഇറ്റലിയുണ്ട്, സ്പെയിനുണ്ട്. കാരണം യൂറോപ്പിലെ മേജർ പവേഴ്സ് ഇതൊക്കെ തന്നെയാണല്ലോ. പിന്നെ ജപ്പാനുണ്ട്. അപ്പോൾ ഇത് 2 വിഭാഗമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഇന്ത്യ ജോയിൻ ചെയ്യാൻ ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഇനി ആയാൽ തന്നെ അതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ ഇതെല്ലാം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ഇല്ല അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്ക് എത്രയോ വർഷങ്ങളെടുക്കും തീർച്ചയായിട്ടും. അപ്പോഴത്തേക്ക് പിന്നെ ചൈന അവരുടെ ഈ പറഞ്ഞ 5th ജനറേഷൻ J-20 എന്ന് പറയുന്നത് ആയിരക്കണക്കിന് അവരുടെ സേനയിലേക്ക് അവർ വിന്യസിച്ച് കഴിഞ്ഞിരിക്കും. മനസ്സിലായില്ല. അപ്പോൾ ഇന്ത്യയുടെ AMC അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഈ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് എല്ലാം ആയി വരുമ്പോഴത്തേക്കും ചൈന ഏകദേശം ആയിരക്കണക്കിന് അവരുടെ J-20 പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് അതിലും എന്താ പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരുടെ സേനയിൽ വിന്യസിച്ച് കഴിഞ്ഞിരിക്കും. മനസ്സിലായല്ലോ. ആയിരക്കണക്കിനാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ടെക്നോളജി വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെ ഒത്തിരി വർഷം എടുക്കും. പിന്നെ അതിനെ മാനുഫാക്ചർ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് എത്ര വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഫലമായിരിക്കും ഇന്ത്യയിലാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു വലിയൊരു ഹ്യൂജ് ത്രെട്ടാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അതുകൊണ്ട് നമുക്ക് ചൈനയെ നമുക്ക് നേരിടാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യത്തിലല്ല. നമുക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും സ്റ്റെൽത്ത് ഇല്ലെങ്കിൽ തന്നെയും സ്റ്റെൽത്ത് ഉള്ളവനെ നമ്മളൊക്കെ എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നുള്ള ആൻറ്റി സ്റ്റെൽത്ത് അല്ലെങ്കിൽ കൗണ്ടർ സ്റ്റെൽത്ത് എയർ ഡിഫൻസ് സിസ്റ്റവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഈ സ്റ്റെൽത്ത് സ്പെസിഫിക്കായിട്ടുള്ള എയർ ഡിഫൻസ് സെൻസേഴ്സ്, ഡിറ്റക്ഷൻ നെറ്റ്വർക്ക്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ഒന്നുകിൽ സ്വയം നിർമ്മിച്ചെടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളിടത്തു നിന്നൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് നമ്മുടെ എയർ സ്പേസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും എയർക്രാഫ്റ്റ് ഇല്ല എന്നുള്ളതിൻ്റെ ആ ഒരു പരിമിതികൾ അല്ലെങ്കിൽ ആ കുറവുകൾ നമുക്ക് ഈ ഒരു മേഖലയിൽ നമുക്ക് അത് അഡ്വാൻസ് ചെയ്തെടുത്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും അതിനകത്തിൽ ഇന്ത്യ വളരെ എന്താ പറയുക മെച്ചപ്പെട്ട ഒരു രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. റഷ്യയുടെ S-400 ഉൾപ്പെടെ ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന, പിന്നെ ഇസ്രായേലിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതുണ്ടായ വേദമുള്ളൂ. കാരണം ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് മാത്രമല്ല, കാരണം പാകിസ്ഥാനുമായിട്ട് നമ്മളിനി യുദ്ധം ഉണ്ടായെങ്കിൽ തന്നെ അവരിൽ നിന്ന് നമുക്ക് നേരിടാൻ സാധ്യതയുള്ള ഡ്രോണുകൾ, മിസൈലുകൾ ഒക്കെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഈ സ്റ്റെൽത്ത് ഇല്ലെങ്കിൽ തന്നെയും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം നമ്മുടെ കംപ്ലീറ്റ് എയർ സ്പേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്തേ മതിയാത്തുള്ളൂ. അപ്പോൾ ഈ സ്റ്റെൽത്തിൻ്റെ നമ്പർ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒത്തിരി പുറകിലാണ്, ഇന്ത്യക്കില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് അതൊരു വലിയൊരു എന്താ പറയുന്നത് കേപ്പബിലിറ്റി ഗ്യാപ്പ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഓൾറെഡി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ക്വാഡ്രൺ പോലുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ 40ഓളം സ്ക്വാഡ്രൺ അത്യാവശ്യമാണ്. പക്ഷേ ഏകദേശം 30-നടുത്ത് കഷ്ടിച്ച് സ്ക്വാഡ്രൺസ് മാത്രമേ ഉള്ളൂ. ഇനി ഫ്രാൻസിൽ നിന്ന് നമ്മൾ റഫേലൊക്കെ വാങ്ങിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ സമയം കുറയാകും. അതിൻ്റെ ഒന്നും ആയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ഇനിഷ്യൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇനിയും
ഫുള്ളി എക്സിക്യൂട്ട് ചെയ്ത് ഡീലെല്ലാം സൈൻ ചെയ്ത് ഇത് മാനുഫാക്ചർ ചെയ്ത് ഈ 114 റഫേൽ നമ്മുടെ സെനയിലേക്ക് ഇൻഡക്റ്റ് ചെയ്യണമെങ്കിൽ കുറേ വർഷങ്ങളെടുക്കും നമുക്ക്. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇന്ത്യ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ കാലാകാലങ്ങളായി ഇവിടെയുള്ള പൊളിറ്റിക്സിൻ്റെയും ബ്യൂറോക്രസിയുടെയൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതൊക്കെ രാജ്യം നേരത്തെ തന്നെ ഇതൊക്കെ ശ്രദ്ധ ചെലുത്തി നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെയും അതിനെ മനസ്സിലാക്കി ഒന്നുകിൽ അവരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഒക്കെ തന്നെ നമ്മൾ ഈ മേഖലയൊക്കെ തന്നെ നമ്മൾ ശക്തി സ്ട്രെങ്തൻ ചെയ്യേണ്ട കാലഘട്ടം എന്നേ നമ്മൾ കഴിഞ്ഞു. കാരണം നമ്മൾ ഈ 1980-കൾ 90-കളോളം ഈ പറഞ്ഞ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അന്നേരം നമുക്ക് ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ നമ്മൾ ഇതിനകത്തിലൊരു മെച്യൂരിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ട സമയം അതൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒത്തിരി സമയം നമുക്ക് നഷ്ടമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഇന്ത്യൻ സേന മോശമാണെന്നല്ല, ഇന്ത്യൻ സേന ഇപ്പോഴും ഏറ്റവും വളരെ പവർഫുള്ളായിട്ടുള്ള സേന തന്നെയാണ്. നമുക്കതിന് സംശയങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് ചില ഈ പറഞ്ഞ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ സ്പെസിഫിക്കായിട്ട് പറയുമ്പോൾ നമുക്കത് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിതുപോലെ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബാധിക്കുന്നൊരു വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ള, കാരണം നമുക്ക് വെയിറ്റ് ആൻഡ് സീ ഗെയിം പറ്റത്തില്ല. കാത്തിരിക്കുക എന്നുള്ളത്, കാത്തിരുന്ന് കാണാം എന്നുള്ള പറ്റില്ല. നമുക്ക് പെട്ടെന്ന് രാജ്യത്തിൻ്റെ ഇതുപോലുള്ള പ്രധാനപ്പെട്ട മേഖലകളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അല്ലെങ്കിൽ അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയും പൊളിറ്റിക്കൽ കറേജിൻ്റെയും ഒക്കെ തന്നെ സ്റ്റേറ്റ്മാൻഷിപ്പിൻ്റെ ഒക്കെ തന്നെ പ്രശ്നമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. മറ്റു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.